അമേരിക്കയുടെ ബേസുകളിലുള്ള പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലെ ബേസുകളിലുള്ള അസറ്റുകൾ തകർത്തു, റഡാറുകൾ തകർത്തു. ഇപ്പോൾ ഇറാൻ അമേരിക്കൻ സൈനികരെ വേട്ടയാടുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധത്തിൽ ഉണ്ടായിരിക്കുന്ന മാറ്റം. അമേരിക്കൻ സൈനികരുടെ ബറാക്കുകൾ, അവർ താമസിക്കുന്ന മേഖലകളെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയാണ് ഇറാൻ ഇപ്പോൾ. അതുകൊണ്ടാണ് കൂടുതലായി ഈ ഒരാഴ്ചയായി അമേരിക്കൻ സൈനികരിൽ ഗുരുതരമായ പരിക്കുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. We want citizens of the Persian Gulf countries to stay 500 meters away from civilian location where American troops are staying as they left their military bases. ഇപ്പോൾ അമേരിക്കൻ സൈനികർ എവിടെയാണോ ഉള്ളത്, അവരുടെ ബേസ് എവിടെയാണോ അവിടെ നിന്നും സിവിലിയന്മാരുടെ ഏകദേശം 50 മീറ്റർ, സിവിലിയന്മാർ താമസിക്കുന്ന മേഖലയിൽ തന്നെ 500 മീറ്റർ അകലെ, ഒരു 1/2 കിലോമീറ്റർ അകലെ മാറി താമസിക്കാനാണ് ഇറാൻ പേർഷ്യൻ ഗൾഫ് കൺട്രിയിലുള്ള ജനങ്ങൾക്ക് ഇപ്പോൾ വാണിംഗ് നൽകിയിരിക്കുന്നത്. അതായത് അമേരിക്കൻ ബേസ് എവിടെയാണ് ഉള്ളത്, ആ ബേസിന്റെ ഒരു ബോർഡർ മുതൽ ജനങ്ങൾ താമസിക്കുന്ന ഏരിയ, ആ ഏരിയയിൽ ഒരു 500 മീറ്റർ അകലേക്ക് താമസം മാറ്റണമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ കാരണം പറയുന്നത് അമേരിക്കൻ സൈനികർ ഇപ്പോൾ ബേസ് വിട്ട് ഓടിക്കളഞ്ഞിരിക്കുകയാണ്. ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ ഭയന്ന്, ഡ്രോൺ ആക്രമണത്തിൽ ഭയന്ന് അമേരിക്കൻ സൈനികർ ഇപ്പോൾ സിവിലിയന്മാർ താമസിക്കുന്ന ഭാഗത്തേക്ക്, അതായത് അവരുടെ മിലിറ്ററി ബേസിനോട് അടുത്ത് നിൽക്കുന്ന സിവിലിയന്മാർ താമസിക്കുന്ന ഫ്ളാറ്റുകളിലേക്ക്, അതുപോലുള്ള കെട്ടിടങ്ങളിലേക്ക് അവർ മാറുന്ന വിവരമാണ് ഇറാൻ പറയുന്നത്. പക്ഷേ ഞങ്ങൾ അവരെ പിന്തുടർന്ന് ആക്രമിക്കും, അവർ ഏത് ഫ്ളാറ്റുകളിലാണ്, ഏത് കെട്ടിടത്തിലാണ് ഉള്ളത് എന്ന് കൃത്യമായി ഞങ്ങൾ സ്ക്രീൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതനുസരിച്ച് അവർക്ക് നേരെ ശക്തമായ ആക്രമണം ഉണ്ടാകും. അത് ഞങ്ങളുടെ പൂർണ്ണമായ നിരീക്ഷണത്തിലാണുള്ളത്. അതുകൊണ്ട് സിവിലിയന്മാർ തൽക്കാലം 500 മീറ്റർ അകലേക്ക് മാറി നിൽക്കണം എന്ന ശക്തമായ നിർദ്ദേശമാണ് ഇപ്പോൾ ഇറാൻ നൽകിയിരിക്കുന്നത്. ഇറാന്റെ IRGC നൽകിയിരിക്കുന്നത് പ്രധാനമായും കുവൈത്ത്, അതുപോലെ തന്നെ ബഹ്റൈൻ, ഖത്തർ, UAE, ഒമാൻ, സൗദി അറേബ്യ, അതോടൊപ്പം തന്നെ ഇറാഖ് തുടങ്ങിയ രാഷ്ട്രങ്ങളിലാണ് ഈ റെഡ് കളർ ചെയ്തിരിക്കുന്ന ഈ ഗൾഫ് രാഷ്ട്രങ്ങൾ. ഈ രാഷ്ട്രങ്ങളിലുള്ള ആളുകൾക്കാണ് ശക്തമായ രീതിയിലുള്ള നിർദ്ദേശങ്ങൾ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ രാഷ്ട്രങ്ങൾക്കപ്പുറം ജോർദാനും ഇതേ രീതിയിലുള്ള വാണിംഗ് ഉണ്ട്. ജോർദാനിലും അതിശക്തമായ ആക്രമണം ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. അവിടെയും അമേരിക്കൻ സൈനികർക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തുന്നുണ്ട്. ആ ആക്രമണം സിവിലിയന്മാർക്ക് വരാതിരിക്കാൻ, അവരുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് ഇറാൻ ഇപ്പോൾ ഇങ്ങനെ ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും അമേരിക്കൻ സൈനികർക്ക് നേരെ ആക്രമണം നടത്താനുള്ള നീക്കമാണ് ഇപ്പോൾ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്.